ടെക് ടാക്ടിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നൊരു അൺബോക്സിംഗ് ആണ്. ബോട്ടിൻ്റെ ഒരു ഹെഡ്ഫോൺ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കിട്ടിയതാണ്. നമ്മൾ തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ബോട്ടിൻ്റെ റോക്കേഴ്സ് 255 എന്നുള്ള ഹെഡ്സെറ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനം അൺബോക്സ് ചെയ്യാം. നമ്മൾ തുറന്നിട്ടൊന്നുമില്ല സാധനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് തുറക്കുമ്പോൾ ചെറിയൊരു ബോക്സാണ്. ഇതാണ് നമ്മുടെ സാധനം, ബോട്ടിൻ്റെ. ഈ പെട്ടീൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് തുറന്നു നോക്കി നോക്കാം. അത് നമ്മുടെ ഹെഡ്സെറ്റ് അത് പിടിക്കേണ്ടതിൽ ഓക്കെ. ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്, ബോട്ടിൻ്റെ റോക്കേഴ്സ് 255 എന്നുള്ള ഹെഡ്സെറ്റ്. പിന്നെ വരുന്നത് ഒരു കവറിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് ആദ്യം. അതിൻ്റെ ഒരു ഒരു വാറൻറ്റി കാർഡ്, പിന്നെ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, ആ ലെവലുള്ള കുറച്ചെണ്ണുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഇയർ പീസ്, ഡിഫറെൻറ്റ് സൈസിലുള്ള ഇയർ പീസുകൾ നമുക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഇയർ പീസുകൾ ഡിഫറെൻറ്റ് സൈസിലുള്ള വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു മൈക്രോ USB കേബിൾ. ഇത് സംഭവം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മൈക്രോ USB ആണ്, സി ടൈപ്പ് ഒന്നുമല്ല, മൈക്രോ USB വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നേരെ ഹെഡ്സെറ്റിലേക്ക് പോവാം. ഹെഡ്സെറ്റ് പ്രഥമ ദൃഷ്ടിയാൽ കൊള്ളാൻ സാധനം, നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടിട്ട് തന്നെ. ഓക്കെ, നോക്കാം. സംഭവം നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരു ബോട്ടിൻ്റെ ഒരു ബ്രാൻഡിങ് ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ചെവിയിൽ ഇപ്പോൾ ചില ആൾക്കാരുടെ ചെവിയിൽ സംഭവം ഇരിക്കാത്ത പ്രശ്നം വരും. അപ്പോൾ അത് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കൊമ്പുമാതിരി ഒരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കറക്റ്റ് ചെവിയിൽ ഫിറ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു മാഗ്നറ്റ് ഉണ്ട്, കണ്ടില്ലേ, ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇങ്ങനെ കറക്റ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കഴുത്തു കൂടെ ഇട്ട് കഴിഞ്ഞാൽ അഴിഞ്ഞു പോയിരിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു മാഗ്നറ്റ് ഉണ്ട് ഇതിൽ. പിന്നെ നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ നല്ല ബിൽറ്റ് ഇൻ ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൽ ബട്ടൺസ്, പ്ലേ പോസ് ബട്ടണൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയതെല്ലാം. നല്ല കോമ്പാക്റ്റ് ആണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബിൽറ്റ് ഇൻ മൈക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. നമ്മൾ ഹാൻഡ് ഫ്രീ കോളിങ്ങിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ബൈക്കിൽ പോകുമ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽറ്റ് ഇൻ ഒരു മൈക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. സാധാരണ ഹെഡ്സെറ്റിലൊക്കെ വരാറുള്ളത് തന്നെയാണ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ വരാറുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കോൾകോം CR8635 എന്നുള്ളൊരു ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കോൾകോമിൻ്റെ ഒരു ചിപ്സെറ്റാണ് ഈ ബോട്ടിൻ്റെ ഈ ഒരു റോക്കേഴ്സ് 255 എന്നുള്ളൊരു ഹെഡ്സെറ്റിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കണക്ടിവിറ്റി ബ്ലൂടൂത്ത് 4.1 ആണ് ഇതിൽ കണക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6 hours വരെ ബാറ്ററി ലൈഫാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കമ്പനി പറഞ്ഞിട്ടുള്ളത് 6 hours ബാറ്ററി ലൈഫാണ്. 1.5 മണിക്കൂർ വേണം ഏകദേശം ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫുൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1.5 മണിക്കൂർ സമയം വേണം. പിന്നെ നോക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ കുറിച്ച് നോക്കുമ്പോൾ 150 hours വരെ സ്റ്റാൻഡ് ബൈ ചാർജ് നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 ദിവസത്തിന് അടുത്തോളം യൂസ് ചെയ്യാതെ ഇങ്ങനെ വെറുതെ വെക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ്. പിന്നെ നോക്കുന്ന കാര്യം എന്താ വെച്ചാൽ പിന്നെ ഈ ഒരു ഹെഡ്സെറ്റിൽ വരുന്ന പ്രത്യേകമായിട്ട് വരുന്നത് അസിസ്റ്റൻറ്റിൻ്റെ, നമുക്ക് ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലുള്ളതിൻ്റെയൊക്കെ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണായിട്ട് അങ്ങനെയൊക്കെ അതിലുണ്ടെന്നാണ് നോക്കിയപ്പോൾ മനസ്സിലായത്. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഇതിൻ്റെ പരിപാടികൾ നമുക്കറിയില്ല. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് പുതിയ വീഡിയോ ഇട്ട് വരും. പിന്നെ നോക്കുകയാണെങ്കിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ട്രാക്ക് മാറ്റാനും അങ്ങനത്തെ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഈ ഒരു ഹെഡ്സെറ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ 4 ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്കിത് ഒരു ഹെഡ്സെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത്, നമ്മൾ അൺബോക്സ് ചെയ്ത് ബോട്ടിൻ്റെ റോക്കേഴ്സ് 255 എന്നുള്ളതാണ്. അതിൻ്റെ ഫ്യൂച്ചേഴ്സും അതിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതിലുള്ള സംഭവങ്ങൾ, ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി, അങ്ങനത്തെ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോക്സ് പൊട്ടിച്ചിട്ട് അൺബോക്സ് ചെയ്തിട്ടുള്ളൂ ഈ ഹെഡ്സെറ്റ് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എത്രത്തോളം ഉണ്ട്, ഇതിൻ്റെ സൗണ്ട് ഹൈ ബേസ് കിട്ടുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോ ആണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയില്ല ഇതിൻ്റെ കാര്യങ്ങൾ, യൂസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ തന്നെ നമ്മൾ ഇനി ഇടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നേക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.